ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സംവിധാനങ്ങൾ താജിക്സ്ഥാനിലേക്കും തുർക്ക്മിസ്ഥാനിലേക്കും കയറ്റുമതി ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രംഗത്തെ സുപ്രധാന നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്ന ഈ നീക്കം മുൻ DRDO മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് ഔദ്യോഗികമായി തന്നെ പറയുകയാണ്. പരമ്പരാഗതമായ റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളെ ആശ്രയിച്ചിരുന്ന മധ്യേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ചത് വലിയൊരു ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടുന്ന താജിക്സ്ഥാനും അതോടൊപ്പം തന്നെ കാസിയൻ കടൽ തീരത്തുള്ള തുർക്ക്മെനിസ്ഥാനും തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ ഇന്ത്യയെ വിശ്വസിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ്. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ ആക്രമിച്ച് വീഴ്ത്താൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ സംവിധാനം. 25 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാൻ സാധിക്കും. കുറഞ്ഞ ചെലവിൽ മികച്ച പ്രതിരോധം നൽകുന്നു എന്നതാണ് ഇതിന്റെ ആകർഷണം. അർമേനിയ ഇതിനകം തന്നെ ആകാശ് മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അസർബൈജാനെതിരായ സൈനിക സംഘർഷങ്ങളിൽ ആകാശ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷത്തിലും ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനിനുള്ളിൽ വലിയ രീതിയിൽ, അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ വലിയ രീതിയിൽ തടഞ്ഞിരുന്നു. DRDO വികസിപ്പിച്ച ഈ സംവിധാനം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ്. DRDO വികസിപ്പിച്ച അത്യാധുനിക റഡാറുകളും കമാൻഡ് സംവിധാനങ്ങളും ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. ആകാശ് മിസൈൽ സംവിധാനം ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആകാശിന് പുറമെ ബ്രഹ്മോസ്, പിനാക്ക, അസ്ത്ര തുടങ്ങിയ മിസൈലുകൾക്കും വിദേശ രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇതിനൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയും കുത്തനെ വർദ്ധിച്ചു. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. 2028-29 ഇത് 50,000 കോടി രൂപയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ ഇന്ത്യയുടെ ആയുധങ്ങളുടെ കരുത്ത് അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഒരു ധമാക്ക അല്ലെങ്കിൽ ഒരു സ്ഫോടനം തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയിരുന്നു. ആ ആയുധത്തിന്റെ ശക്തി അല്ലെങ്കിൽ പവർ എത്രത്തോളം ഉണ്ടെന്ന് അന്നാണ് മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയത്. അതുവരെ അമേരിക്കയുടെ ആയുധവും അല്ലെങ്കിൽ ചൈനയുടെയും ഒക്കെ ആയുധമാണ് കരുത്ത് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്ന മറ്റ് ലോകരാജ്യങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അവരൊന്ന് ഇരുത്തി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തുകൊണ്ട് ഇന്ത്യയുടെ ആയുധം നമുക്ക് വാങ്ങിച്ചുകൂടാ? കാരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്മനിർഭർ ഭാരതിൽ ഇന്ത്യ സ്വന്തമായി തന്നെ DRDO തന്നെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ DRDO തന്നെ നിർമ്മിക്കുന്ന ഒരു ആയുധമാണ്. ഒരായുധം DRDO നിർമ്മിച്ചാൽ അതിന്റെ അടുത്തത് അതിന്റെ ഫസ്റ്റ് അഡ്വാൻസ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെ പല പല ഘട്ടങ്ങളിലായി ആ ആയുധത്തിന്റെ അടുത്ത അഡ്വാൻസ്ഡ് വെർഷൻ DRDO പുറത്തിറക്കുന്നുണ്ട്. അമേരിക്കയുടെ ആയുധങ്ങൾ പോലും വെറും കളിപ്പാട്ടമായി മാറുന്ന അല്ലെങ്കിൽ ചൈനയുടെ ആയുധങ്ങൾ പോലും വെറും കളിപ്പാട്ടമായി മാറുന്ന ഒരു കാഴ്ച ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോകരാജ്യങ്ങളടക്കം കണ്ടതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ മറ്റെല്ലാ രാജ്യങ്ങളും അടക്കം ഇന്ത്യയുടെ ആയുധം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി ഏതൊരു രാജ്യത്ത് സന്ദർശനം നടത്തിയാലും അവിടെ ചെന്ന് ആദ്യം ഒപ്പിടുന്നത് പ്രതിരോധ കരാറാണ്. ആ പ്രതിരോധ കരാർ ചർച്ചയിൽ നിങ്ങളുടെ രാജ്യത്ത് നിന്നും, അതായത് ഭാരതത്തിൽ നിന്നുള്ള കുറച്ച് ആയുധങ്ങളും കൂടി നമുക്ക് വേണമെന്ന് എല്ലാ ലോകരാജ്യങ്ങളും പറയുന്നു. കാരണം അവർക്ക് ഭാരതത്തിന്റെ ഒരു ആയുധം ഏത് ലോകരാജ്യത്തിന് കിട്ടിയാലും അത് അവർക്കൊരു ടെസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ സംശയത്തോടു കൂടി നോക്കിയോ വേണ്ട. കാരണം ഏതെങ്കിലും ഒരു ശത്രു യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അത് എടുത്തിട്ടങ്ങ് പ്രയോഗിച്ചാൽ മതി. കാരണം 100% അത് ക്വാളിറ്റി ഉള്ളതാണ്. അതിൽ ഒരു തരത്തിലുമുള്ള തിരിച്ചടി ആ രാജ്യത്തിന് ഉണ്ടാകില്ല എന്ന് പൂർണ്ണമായ ഉറപ്പ് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട്. അവർ അത്രയേറെ ഇന്ത്യയെ വിശ്വസിക്കുന്നു, ഇന്ത്യയുടെ ആയുധങ്ങളെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ആയുധ കയറ്റുമതിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്. 2014 മുമ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് ഓരോ രാജ്യങ്ങളിലേക്കും ലോകരാജ്യങ്ങളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇപ്പോൾ റഷ്യ അടക്കമുള്ളവർ നമുക്കൊരു ആയുധം വേണമെന്ന് ഇന്ത്യ റഷ്യയോട് പറഞ്ഞാൽ അവർ അതിൻ്റെ ആ ആയുധങ്ങൾ തരാനും മാത്രമല്ല, അതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷൻ മാത്രമല്ല, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും അതിൻ്റെ ഡേറ്റയും എല്ലാം തന്നെ അതിൻ്റെ ഒരു കീ തന്നെ നമുക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ തരാനും തയ്യാറാണ്. അങ്ങനെ ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയുടെ ആയുധത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു. അത് വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ മേഖല അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ വിപണി എത്രത്തോളം കരുത്താർജിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ശക്തമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണിത്.